ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ, കേരളം ഇനി ചുവക്കും, LDF വരും, എല്ലാം ശരിയാകും. ഇങ്ങനെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുടെ ഒരു ഘോഷയാത്ര നടത്തിയവരാണ് നമ്മുടെ ഭരണപക്ഷം. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ ഒരു സീറ്റ് മാത്രമായി ഒതുങ്ങി. ഇങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ തന്നെ ഉണ്ട് എന്നതിന്റെ തെളിവായി മാത്രം ആ ഒരു സീറ്റ് അവശേഷിക്കുന്നു. പിഴച്ചത് പാർട്ടിക്കോ അതോ നിലവിലെ ഭരണ മികവിലോ? തോൽവിക്ക് പിന്നിലെ കാരണം എന്താണെന്ന് പാർട്ടി നേതൃത്വങ്ങൾക്ക് പോലും പറയാൻ കഴിയുന്നില്ല. എന്തായിരുന്നു കേരളത്തിലെ ഇടത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ? പോയ വർഷങ്ങളിലെ CPM-ന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം എന്തായിരുന്നു? നിലവിൽ രാജ്യത്തെ 6 രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് CPM. ഒരു കാലത്ത് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഒരേ സമയം ഭരണത്തിലിരുന്ന പാർട്ടിയിൽ നിന്നും ബംഗാളും ത്രിപുരയും പോയതോടെ ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളം മാത്രമായി CPM ഒതുങ്ങി. കഴിഞ്ഞ 20 കൊല്ലത്തിലെ 4 തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വലിയ തകർച്ചയാണ് ഇതിലൂടെ കാണാൻ കഴിഞ്ഞത്. ലോക്സഭയിൽ CPM-ന്റെ നിർണായക ശക്തിയായ തിരഞ്ഞെടുപ്പായിരുന്നു 2004-ലേത്. ബംഗാളിലെ 26ഉം കേരളത്തിലെ 12ഉം തമിഴ്നാട്ടിലെയും ത്രിപുരയിലെയും 2 വീതം ആന്ധ്രാപ്രദേശിലെ 1 അടക്കം 43 സീറ്റുകളാണ് CPM നേടിയെടുത്തത്. വോട്ട് ഷെയർ 5.66%. ഭരണത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ആ കാലത്തിനു ശേഷം 2009-ൽ സീറ്റുകൾ 16 കുറഞ്ഞു. ബംഗാളിൽ 9ഉം കേരളത്തിൽ 4ഉം ത്രിപുരയിൽ 2ഉം തമിഴ്നാട്ടിൽ 1ഉം. എന്നാൽ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിരുന്നില്ല. 2014 എത്തിയപ്പോൾ കാലം മാറി, ഒപ്പം കണക്കുകളും. വോട്ട് 3.6% മാത്രം. ജയിക്കാനായത് 9 സീറ്റുകളിലും. കേരളത്തിൽ 5ഉം ബംഗാളിലും ത്രിപുരയിലും 2 സീറ്റുകൾ വീതവും. ദേശീയ തലത്തിൽ CPM തകർന്നടിഞ്ഞ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ചത് 3 സ്ഥാനാർത്ഥികൾ മാത്രം. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് പിന്തുണയിൽ 2 പേർ ജയിച്ചപ്പോൾ ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ ലഭിച്ചത് 1 സീറ്റ് മാത്രം. ആലപ്പുഴയിൽ നിന്നും AM ആരിഫ്. ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ലോക്സഭയിലേക്ക് CPM പ്രതിനിധികൾ തന്നെ ഇല്ലാതെയായി. അന്നത്തെ വോട്ട് ഷെയർ 1.75%-ലേക്ക് താഴ്ന്നു. നിലവിലെ കണക്കെടുത്താൽ 3 തവണയും ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ശശി തരൂരാണ്. UDF-ഉം NDA-യും നേട്ടമുണ്ടാക്കിയ മണ്ഡലത്തിൽ ഏറ്റവും മോശം പ്രകടനം LDF-ന്റേതായിരുന്നു. 2009-ൽ 30.74%-ഉം 2014-ൽ 28.5%-ഉം 2019-ൽ 25.6%-ഉമാണ് LDF വോട്ട് ഷെയർ. 2009-ലും 2014-ലും സമ്പത്തിലൂടെ LDF-നൊപ്പം വന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. എന്നാൽ 2019-ൽ അടൂർ പ്രകാശിലൂടെ UDF മണ്ഡലം പിടിച്ചെടുത്തു. 45.37% ഉണ്ടായിരുന്ന LDF വോട്ട് ഷെയർ 2014-ൽ 45.67 ആയി. എന്നാൽ 2019-ൽ അത് 34.06-ലേക്ക് എത്തി. LDF-ന് ആകെ ആശ്വാസമായത് ആലത്തൂർ മണ്ഡലമാണ്. ആലത്തൂരിൽ 10 വർഷം കൊണ്ട് 10%-മാണ് LDF-ന്റെ വോട്ട് ഷെയർ നഷ്ടം. അതേസമയം UDF 8% വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. മാത്രമല്ല BJP കാര്യമായ നേട്ടമുണ്ടാക്കാത്ത മണ്ഡലം കൂടിയാണ് ആലത്തൂർ. 6.5, 9.45, 8.82 എന്നിങ്ങനെയാണ് BJP വോട്ട് ഷെയർ. LDF-ന് വോട്ട് കൂടി, എന്നാൽ വോട്ട് ഷെയർ പര്യാപ്തമല്ല. ഓരോ തവണയും ഓരോ മണ്ഡലത്തിലും LDF-ന്റെ വോട്ട് ഷെയർ ശോഷിക്കുന്നതായാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ UDF-ഉം NDA-യും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ LDF നാമാവശേഷമാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം.